ഓക്കെ. കണ്ട TDS ഇപ്പം 55 ഉണ്ട്. സാറിന് ഇപ്പോൾ വിശ്വാസമില്ലേ? ഇനി വെള്ളം തിളപ്പിക്കണമെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കുടിച്ചോ. ഇനി എപ്പോൾ സർവീസ് ചെയ്താലും ഇതുപോലെ എന്നെ വിളിച്ച് കാണിക്കണം, കേട്ടല്ലോ? മെനി മെനി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിത്താറാണ് വൈബ്. ഇവന്മാര് എക്സ്പെൻസീവ് ആണ് സാറേ. കയ്യിലെ പെട്ടിയും ബാഗും കണ്ടിട്ട് ഇനി അങ്ങോട്ട് എക്സ്പെൻസീവ് ആവാനാണ് സാധ്യത. അച്ഛാ ഓക്കെ അല്ലേ? ഫുൾ കളർ ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. അതെനിക്കറിയാം. ഇനി അച്ഛൻ പുറത്തോട്ടെ സൗണ്ട് ഓക്കെ ആണോ ചെക്ക് ചെല്ലേ. എനിക്ക് പോണ്ട സമയമായി. എൻ്റെ അച്ഛാ ഇത് തീർന്നു, സൗണ്ടും കൂടി വിളിച്ച് ചെല്ല്. ഇന്ദു ഇതൊന്നും നോക്കൂ, എനിക്ക് തൃശ്ശൂർ വരെ പോണ്ടതാ, ലേറ്റായി. ശരി. കാനഡയിൽ ഒരു ബാധ ഒഴിപ്പിക്കല്. എടാ കോവിഡ് സമയത്ത് ഞാൻ സെറ്റ് ചെയ്തൊരു പരിപാടിയാണ്. ഇനി ഇവിടെ നിന്ന് ഓൺലൈനിൽ ബാധ ഒഴിപ്പിക്കാം. ബാധയോ? രൂപേ, സീരിയസ് ആയിട്ട് നിന്നോട് കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോട് അതിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എടാ മറ്റന്നാൾ ചൈനയിൽ ഒരു ബാധ ഒഴിപ്പിക്കല്. ഇവിടുന്ന് മെഡിസിൻ പഠിക്കാൻ പോയ പെങ്കൊച്ച് അവിടുത്തെ അനാട്ടോമി ലാബിലെ ഒരു ചൈനീസ് അപ്പൂപ്പിൻ്റെ ഡെഡ് ബോഡി കണ്ടേ പിന്നെ ഫുൾ ചൈനീസിലാണ് അത്ര സംസാരം. ബാധ തന്നെ. അനുഭവം കൊണ്ട് പറയണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെൻ്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലേ? ഇനി എങ്ങാണം ആ പെങ്കൊച്ച് ചൈനീസ് അപ്പൂപ്പനായിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നാ ഇത് കണ്ടോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ഒഴിഞ്ഞു പോ ലീക്കായി കിളവൻ ഞെട്ടും. ഇപ്പം നീ ഒരു കാര്യം ചെയ്യ്, നേരെ പോയിട്ട് ആ സൗണ്ട് ക്ലിയർ ആണോ ചെക്ക് ചെയ്യ്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചെല്ലേ ചെന്നേ. ഓക്കെ. എടോ സത്യം ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയമെടുത്ത് കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഈ ടൗണിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഊടുവഴി എന്തെങ്കിലും സാറിന് അറിയോ? ഈ ഗർഭിണികളെയും മരിക്കാൻ എടുക്കുന്ന അപ്പൂപ്പന്മാരെയൊക്കെ കൊണ്ടുപോകണം എളുപ്പവഴി. ഇല്ല, ഈ ഒറ്റ റോഡേ ഉള്ളൂ. ഈ വഴിയാ? ആടി സാറിന് ഫീൽ ചെയ്യില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് കൂട്ടുകാരൻ തലയിൽ വെച്ച ഇലക്ട്രിക് ബൈക്കാണേ, ചാർജ് നിൽക്കൂല. ഈ ഗുദാമിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറ്റുമെങ്കിൽ ഇങ്ങനത്തെ സാധനം ഒന്ന് ഓർഡർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എടോ എനിക്കിത് വേണ്ട. എന്നാ പിന്നെ ആ ചേച്ചിക്ക് എടുത്ത് കൊടുക്ക്, മാച്ച് ആവും, ഫെയർ സ്കിന്നാണ്. തനിക്ക് വായിൽ നാക്കി വെച്ച വല്ല തുണിക്കടയിൽ ജോലിക്ക് വെക്കൂടെ? പ്രഭേദൊന്ന് പേരിട്ടിട്ട് ഇറങ്ങിയേക്കണം മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി. തിരുമേനിക്ക് എന്നെ പറഞ്ഞാൽ അറിയായിരിക്കും. ഹാർട്ടിന് അസുഖമുള്ള നമ്മുടെ മറ്റേ നിർദ്ധനായ ഓട്ടോ തൊഴിലാളിക്ക് ഓപ്പറേഷന് വേണ്ടി 10 ലക്ഷം രൂപ സ്വരൂപിക്കാൻ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയില്ലേ, അത് ഇരിക്കായിരുന്നു. ഓഹോ, തന്റെ ഓപ്പറേഷനിലാക്കി മിടുക്കനായല്ലോ, ഭഗവാന്റെ കാരുണ്യം. ഏയ് ഓപ്പറേഷന് മുന്നേ മരുന്ന് കഴിച്ച അസുഖമൊക്കെ മാറി. കിട്ടിയ 10 ലക്ഷത്തിന് 3 ഓട്ടോ എടുത്ത് ബാക്കി പലിശയ്ക്ക് കൊടുക്കുന്നു. ഇപ്പൊ കാര്യം സെറ്റാണ്. ഭയങ്കര. ഇവിടെ നിന്നല്ലേ സാധനം എടുക്കണ്ടേ? ഇവിടുന്നോ? എന്താ തന്നെ ആരെങ്കിലും ചത്തോ? രൂപേഷ് ഏട്ടൻ പറഞ്ഞു ഇവിടുന്ന് സാധനം എടുക്കാനാണല്ലോ. വിളിച്ചാ ഓട്ടോ മാറിപ്പോയി. അതാണ് പൊളാട്ടം വിട്ട ഓട്ടോ. ഞാനും വിചാരിച്ച ഈ പ്രായത്തിൽ മൂപ്പരെങ്ങനെ പോടാ അവിടുന്ന്. ഈ ചൈന റോസിന് 10 പൈസ കൊടുക്കരുത്. ഇല്ലാത്ത ഓപ്പറേഷൻ നല്ലോണം കാശ് വാങ്ങിയതാ. അമ്മേ അല്ല അമ്മേ മതി